നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. ശക്തമായ മഴയിൽ മഞ്ചേശ്വരം ബദിയടുക്ക പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം. ഹൊസങ്കടയിലെ വ്യാപാര കേന്ദ്രത്തിൽ വെള്ളം കയറിയത് വലിയ നഷ്ടത്തിനിടയാക്കി. 3 ദിവസങ്ങളിലായി തിമിർത്ത് പെയ്ത മഴയിലും കാറ്റിലും തൃക്കരിപ്പൂരിന്റെ തീരമേഖലയിൽ വെള്ളക്കെട്ടും കൃഷിനാശവും. വെട്ടമ്മൽ വയലോടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. നിലമ്പൂരിൽ വികസനം മുൻനിർത്തിയാണ് പ്രചരണമെന്നും LDF ഉജ്ജ്വല വിജയം നേടുമെന്നും മന്ത്രി GR അനിൽ. KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ ദ്വിദിന പഠന ക്യാമ്പിന് സമാപനമായി. സമാപന സമ്മേളനം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണും കമ്പികൾ പൊട്ടിയും വൈദ്യുതി ബന്ധം തകരാറിലായതിനെ തുടർന്ന് പല പ്രദേശങ്ങളും ഇരുട്ടിലാണ്. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും രൂക്ഷമായി. തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കാറ്റും മഴയുമാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴയിലും ശക്തമായ കാറ്റിലും വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. മൊഗ്രാൽ പുത്തൂർ ടൗണിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണത് ഗതാഗത തടസ്സത്തിന് കാരണമായി. വിവരമറിഞ്ഞ് ടൗൺ SI റോജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. തുടർന്ന് മരം മുറിച്ച് നീക്കിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനായത്. ശക്തമായ കാറ്റിൽ കുമ്പള റെയിൽവേ സ്റ്റേഷനും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുമിടയിലുള്ള ട്രാക്കിലും മരം പൊട്ടി വീണു. കാസർഗോഡ് ഫയർഫോഴ്സ് ടീമും റെയിൽവേ മെയിൻ്റനൻസ് ടീമും പോലീസും ചേർന്നാണ് ഇവിടെ നിന്നും മരം മുറിച്ച് നീക്കിയത്. കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണും കമ്പികൾ പൊട്ടിയും വൈദ്യുതി ബന്ധം തകരാറിലായതിനെ തുടർന്ന് പല പ്രദേശങ്ങളും ഇരുട്ടിലാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴകളുടെ സമീപത്തുൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീതിയിലാണ്. റോഡുകളിലുൾപ്പെടെ വെള്ളക്കെട്ടുകൾ ഉണ്ടായതോടെ ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ്. ബേവിഞ്ചയിൽ വെള്ളക്കെട്ട് തടയുവാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഡ്രെയിനേജ് സ്ഥാപിച്ചു. ചെർക്കള ടൗണിലെ വെള്ളക്കെട്ടും നീക്കം ചെയ്തു. അപകട സാധ്യത നിലനിൽക്കുന്ന വീരമലക്കുന്നിൽ പ്രത്യേകം ലൈറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത സാഹചര്യങ്ങളെ നേരിടുവാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മികച്ച രീതിയിലുള്ള മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു NDRF സംഘവും ജില്ലയിലെത്തിയിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുകയും ജില്ലയിലെ 148 ഇടങ്ങളിൽ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവശ്യഘട്ടത്തിൽ ക്യാമ്പുകൾ തുറക്കുവാനുള്ള സജ്ജീകരണങ്ങളുമായിട്ടുണ്ട്. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ, മദ്രസകൾ തുടങ്ങിയവയ്ക്ക് ജില്ലാ കളക്ടർ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശക്തമായ മഴയിൽ മഞ്ചേശ്വരം ബദിയടുക്ക പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം. ഹൊസങ്കടയിലെ വ്യാപാര കേന്ദ്രത്തിൽ വെള്ളം കയറിയത് വലിയ നഷ്ടത്തിനിടയാക്കി. പൊസോട്ട് ദേശീയപാതയ്ക്ക് സമീപത്തും പല വീടുകളിലും വെള്ളം കയറി. റോഡുകളിൽ ഉൾപ്പെടെ മരങ്ങളും കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണതും വൈദ്യുതി കമ്പികൾ പൊട്ടുകയും ചെയ്തത് വൈദ്യുതി ബന്ധം താറുമാറാക്കി. വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. ശക്തമായ മഴയിൽ മഞ്ചേശ്വരത്തെയും ബദിയടുക്കയിലെയും വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണുണ്ടായത്. ഹൊസങ്കടി MM പ്ലാസയിലെ കെട്ടിടത്തിൻ്റെ അടിയിലുള്ള എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും ശരിയായ ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ അഭാവം മൂലം വെള്ളം കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊസോട്ട് ദേശീയപാതയിൽ ശരിയായ ഡ്രെയിനേജ് സംവിധാനം ഏർപ്പെടുത്താത്തതിനെ തുടർന്ന് സമീപത്തെ അന്തുഞ്ഞി എന്നയാളുടെ വീട്ടിൽ വെള്ളം കയറി. സമീപവാസിയായ നാഗരാജ്, സുനിൽ എന്നിവരുടെ വീടുകളിലും വെള്ളം കയറി. റെയിൽവേ അവിടെ വെള്ളം പോകാത്ത ഒരു കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈവേൻ്റെ മൊത്തം വെള്ളം വീടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും
വെള്ളത്തിനടിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇത് വളരെ അപകടകരമാണ്. വീട്ടിൽ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. ഏതെങ്കിലും ഇലക്ട്രിക് വയറോ ബാക്കി എന്തെങ്കിലും വലിയൊരു അപകടം വരാൻ വേണ്ടി സാധ്യതയുണ്ട്. കുട്ടികൾ സ്കൂൾ മദ്രസ കാര്യങ്ങളൊക്കെ പോകേണ്ട സ്ഥലങ്ങളാണ്. വെള്ളം കയറി കിടക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വൻ അപകടത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ബദിയടുക്ക മേഖലയിൽ എടനീരിനടുത്തുള്ള ചൂരിമൂലയിൽ റോഡരികിലൂടെ പോകുന്ന വൈദ്യുതി കമ്പിയിൽ തെങ്ങ് വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ വലമലയിൽ താമസിക്കുന്ന ഉദനേശ്വറിന്റെ വീടിന്റെ പിൻഭാഗം തകർന്നു വീണു. ചെടേക്കലിൽ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതിനാൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഗതാഗതത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ നിരവധി വൈദ്യുതി തൂണുകളാണ് നിലം പതിച്ചത്. ബദിയടുക്ക സെക്ഷനിൽ 50-ലധികം തൂണുകളും 200-ലധികം വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു. ഇതേ തുടർന്ന് രാത്രി മുഴുവൻ വൈദ്യുതി തടസ്സപ്പെട്ടു. പലയിടങ്ങളിലും റോഡുകളിലേക്കുൾപ്പെടെ മരങ്ങളും കടപുഴകി വീണു. ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. മഞ്ചേശ്വരം, ഉദ്യാവരം, ബദിയടുക്ക, പല്ലത്തടുക്ക, നീർച്ചാൽ, കിളിങ്കാർ, ഏത്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലെ തെങ്ങ്, കവുങ്ങ് കർഷകരുടെ തോട്ടങ്ങളിൽ മരങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കവുങ്ങ് തോട്ടങ്ങളിലായി 20-ലധികം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ, ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 3 ദിവസങ്ങളിലായി തിമിർത്ത് പെയ്ത മഴയിലും കാറ്റിലും തൃക്കരിപ്പൂറിന്റെ തീരമേഖലയിൽ വെള്ളക്കെട്ടും കൃഷിനാശവും. മെട്ടമ്മൽ വയലോടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. തീരദേശ മേഖലയിൽ കാറ്റും മഴയും ശക്തമായതോടെ വീടുകൾക്കും കൃഷിക്കും നാശമുണ്ടായി. നിർത്താതെ പെയ്ത മഴക്കൊപ്പമെത്തിയ കാറ്റാണ് നാശനഷ്ടമുണ്ടാക്കിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തീരമേഖലയിൽപ്പെടുന്ന ഉടുമ്പുന്തല, കുറ്റിച്ചി, മാവിലങ്ങാട്, കൈക്കോട്ടുകടവ്, വയലോടി, വെള്ളാപ്പ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടുകളിലാണ്. വെള്ളാപ്പ് ആണ്ടയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മെട്ടമ്മൽ പറയമ്മാനത്ത് എം ഗിരീശന്റെ വീട്ടിനകത്ത് വെള്ളം കയറി. മെട്ടമ്മൽ വയലോടിയിലെ കൂലിത്തൊഴിലാളി വി ശ്രീധരന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് ചുഴറ്റിയടിച്ച കാറ്റിൽ പറന്നുപോയി. ഷീറ്റ് ഉറപ്പിച്ചിരുന്ന ട്യൂബുകളും ചെങ്കല്ലുകളും ഉൾപ്പെടെയാണ് കുടുംബം താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മുകളിൽ പതിച്ചത്. ഭാഗ്യം കൊണ്ടാണ് തകർന്ന് വീട്ടുകാരുടെ ദേഹത്ത് ഇവ പതിക്കാതിരുന്നത്. സംഭവം നടക്കുമ്പോൾ ശ്രീധരനും ഭാര്യ ഇന്ദിരയും വീട്ടിനകത്തുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ വസന്തയുടെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര കാറ്റിൽ തകർന്നു. പിലിക്കോട് മട്ടലായിയിൽ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണു. മട്ടലായി ശ്രീരാമക്ഷേത്രത്തിന് സമീപമാണ് മരം വീണത്. സംഭവം നടക്കുമ്പോൾ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാഞ്ഞതുമൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. തീരമേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും 100 കണക്കിന് വാഴയും കവുങ്ങും ഉൾപ്പെടെ കാർഷിക വിളകൾ ഒടിഞ്ഞു വീണ് നശിച്ചു. പഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതർ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഉറുമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിലമ്പൂരിൽ വികസനം മുൻനിർത്തിയാണ് പ്രചരണമെന്നും LDF ഉജ്ജ്വല വിജയം നേടുമെന്നും മന്ത്രി GR അനിൽ. UDF ദേശീയപാതയും വന്യമൃഗശല്യവും പ്രചരണ ആയുധമാക്കുന്നുവെന്ന ചോദ്യത്തിന് ഞങ്ങൾ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്ത് മഴക്കാലത്ത് റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നും സഞ്ചരിക്കുന്ന റേഷൻ സംവിധാനം നടപ്പിലാക്കിയ ഏക സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി കാസർഗോട്ട് കൂട്ടിച്ചേർത്തു. ഞങ്ങൾ മനുഷ്യൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രചരണം. ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അകറ്റാൻ, അതിദരിദ്ര സാഹചര്യം ഒഴിവാക്കി അതിദരിദ്രമില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കണമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി അതിദരിദ്രമില്ലാത്ത ആദിവാസി ഊരുകളിൽ, അത്തരം വനപ്രദേശങ്ങളിൽ ജനങ്ങളുടെ മുന്നിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. ചരിത്ര സംഭവമല്ലേ. വന്യമൃഗങ്ങൾക്ക് ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ മനുഷ്യനായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് പട്ടിണി അകറ്റുന്ന നിലപാടാണ്. അവരുടെ അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളായിട്ടുള്ള വീടിൻ്റെ കാര്യമാണെങ്കിലും, ഭൂമിയുടെ കാര്യമാണെങ്കിലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും, തൊഴിലിൻ്റെ കാര്യമാണെങ്കിലും ആ ജനവിഭാഗത്തെയും ദരിദ്ര വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം യാഥാർത്ഥ്യമാകുന്ന ഒരു ഘട്ടമാണ്. അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയും. LDFന് നല്ല ശുഭാപ്തി വിശ്വാസമാണ്. ഇടതുപക്ഷ ഭരണം കഴിഞ്ഞ 9 വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ കുതിപ്പാണ് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ അഭിമാനകരമായ നേട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ
നല്ല വിജയം, ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ LDFന് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ആലോചിച്ച സഞ്ചരിക്കുന്ന റേഷൻ കടയാണ് അത്. ആ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കിയത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ നടപ്പാക്കുന്നത് എന്താ കാര്യം? ദുർബല ജനവിഭാഗങ്ങൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് ഈ സമയത്ത് കടൽക്ഷോഭമാണെങ്കിലും പ്രകൃതിക്ഷോഭമാണെങ്കിലും അത് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണോ അതിന് പരിഹാരം അതുണ്ടാക്കും. പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചുകൊണ്ട് വിന്നേഴ്സ് മീറ്റ് 2025 എന്ന പേരിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചുകൊണ്ട് സംഘടിപ്പിച്ച വിന്നേഴ്സ് മീറ്റ് 2025 വിജയോത്സവം എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സംഘടനകൾ ആ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നും പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ ഏറെ സ്തുത്യർഹമാണെന്നും എന്നെ നെല്ലിക്കുന്ന MLA അഭിപ്രായപ്പെട്ടു. ഇവിടെ SSLC പാസ്സായ +2 പാസ്സായ ധാരാളം കുട്ടികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ അനുസരിക്കണം, അതുപോലെ തന്നെ അധ്യാപകന്മാരെ അനുസരിക്കണം എല്ലാ കാര്യത്തിലും. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ അവരെ അനുസരിക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാൻ. നിങ്ങൾക്ക് ആഗ്രഹം ഡോക്ടറാകണമെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ അധ്യാപകനാകണമെന്ന്. അല്ലെങ്കിൽ അധ്യാപകനാകാൻ തീരുമാനിച്ച നിങ്ങളോട്, അധ്യാപകനാകാൻ താല്പര്യമുള്ള നിങ്ങളോട് നിങ്ങളുടെ ഉപ്പ, ഉമ്മ, അച്ഛൻ, അമ്മ പറയുന്നു നീ ഒരു ഡോക്ടറാകണം എന്ന്. അത് നിങ്ങൾ ഒരിക്കലും അനുസരിക്കരുത് എന്നാണ് എനിക്ക് പറയാം. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതായി തീരാൻ നിങ്ങൾ തീരുമാനിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൈത്രി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാഫി ചൂരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പരിശീലകൻ പുഷ്പാകരൻ ബെണ്ടിച്ചാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചിത്രകുമാരി, പൊതുപ്രവർത്തകരായ B മൊയ്തീൻ കുഞ്ഞി, ഖാൻ പൈക്ക, നിത്യൻ നെല്ലിത്തല, B രാധാകൃഷ്ണൻ നായിക്, BK ബഷീർ പൈക്ക തുടങ്ങിയവർ സംസാരിച്ചു. പൈക്ക പ്രദേശത്ത് നിന്നും SSLC+2 പരീക്ഷകളിൽ വിജയിച്ച 120ഓളം വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കൂടാതെ തുല്യതാ പരീക്ഷയിലൂടെ വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചത് ഒരു നാടിൻ്റെയാകെ വിജയോത്സവമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ ദ്വിദിന പഠന ക്യാമ്പിന് സമാപനമായി. സമാപന സമ്മേളനം എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. +2 അധിക ബാച്ചുകൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ ദ്വിദിന പഠന ക്യാമ്പിന്റെ സമാപന സമ്മേളനം കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കാസർഗോഡ് എത്ര അഡീഷണൽ ബാച്ച് നമുക്ക് അനുവദിച്ച് കിട്ടിയാലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ കുട്ടികൾക്ക് സീറ്റ് കിട്ടുകയില്ല. അതുപോലെ തന്നെ ചെങ്കള പഞ്ചായത്തിലെ കുട്ടികൾക്ക് സീറ്റ് കിട്ടുകയില്ല. എന്തുകൊണ്ടാണ്? സീറ്റ് ഉണ്ടാവും, ജില്ലയിൽ നോക്കിയാൽ SSLC+1 സീറ്റ് ഉണ്ടാവും. പക്ഷേ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഒരു കുട്ടിക്ക് തൃക്കരിപ്പൂരിൽ സീറ്റ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ എത്ര സീറ്റുകളാണോ വേണ്ടത്, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ കുട്ടിക്ക് പുറത്തു പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള കുട്ടികൾക്ക് ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. KPSTA ജില്ലാ പ്രസിഡന്റ് PT ബെന്നി അധ്യക്ഷത വഹിച്ചു. നാഷണൽ ട്രെയിനറും CMAT ഫാക്കൽറ്റിയുമായ കൂത്താട്ടുകുളം വിജയകുമാർ നേതൃത്വം പുതിയ കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ ജോമി T ജോസ്, P ജലജാക്ഷി, VK പ്രഭാവതി, CM വർഗീസ്, CK അജിത, വിമൽ അടിയോടി, VV ഷിഹാബ്, ബിജു അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ P ശ്രീജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള വിൽറോഡിയിൽ CM മുഹമ്മദിന്റെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു വീണു. ജില്ലയിൽ 3 ദിവസങ്ങളായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിലായി വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുമ്പള വിൽറോഡിയിൽ ആളൂടി മൂലയിലെ CM മുഹമ്മദിന്റെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വീട്ടുകാർ നോക്കി നിൽക്കെ പൊടുന്നനെ കിണറിന്റെ ചുറ്റുമതിലും വശങ്ങളിലെ മണ്ണും താഴേക്ക് പതിക്കുകയായിരുന്നു. കിണറിൽ ഘടിപ്പിച്ചിരുന്ന മോട്ടറും പൈപ്പുകളും മണ്ണിനടിയിലായി. ഇതോടെ കുട്ടികളും വയോധികയും ഗർഭിണിയും അടക്കം താമസിക്കുന്ന കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കുടുംബം തൽക്കാലം മാറി താമസിക്കണമെന്ന് വാർഡ് മെമ്പർ പുഷ്പ നിർദ്ദേശിച്ചു. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികാരികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ KFPSA സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് എന്നാണ്. ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വനവും വന്യജീവികളുമാണ്. കേരളത്തിൽ മൊത്തം നമ്മുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഏറെക്കുറെ 35,000 ചതുരശ്ര കിലോമീറ്ററാണ്. അതിൽ 11,500 ചതുരശ്ര കിലോമീറ്റർ വനമാണ്. ഇപ്പോൾ 29.6% വരും. 29.6% വനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ 1/3 വനമായി. അത് ഇന്ത്യയുടെ ആവറേജ് 21%. അപ്പോൾ ഇന്ത്യയുടെ ആവറേജിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ വനം. KFPSA സംസ്ഥാന സെക്രട്ടറി KA സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം മുഖ്യാതിഥിയായി പങ്കെടുത്തു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MP ഷനീജ്, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ V ചന്ദ്രൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K ഹരിദാസ്, കേരള റേഞ്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി R അദീഷ്, കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി M അനിൽകുമാർ, കേരള ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബൈജു കോട്ടായി, KK ബൈജു, CT അഭിലാഷ് കുമാർ, S ഹരികുമാർ നായർ, പീതാംബരൻ, AB വത്സരാജ് എന്നിവർ സംസാരിച്ചു. KFPSA ജനറൽ സെക്രട്ടറി R തിൻഷ് സ്വാഗതവും PK ഷിബു നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വനം വകുപ്പ് മേധാവികൾ, സർവീസ് സംഘടനാ നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, കർഷക പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോട്ടറി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS നേതൃത്വത്തിൽ ലോട്ടറി ജില്ലാ ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BMS ജില്ലാ അധ്യക്ഷൻ K ഉപേന്ദ്ര കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS നേതൃത്വത്തിൽ ലോട്ടറി ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ BMS ജില്ലാ അധ്യക്ഷൻ K ഉപേന്ദ്ര കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ 5,000 രൂപയിൽ താഴെയുള്ള ഈ സമ്മാന പദ്ധതി പരമാവധി കൂട്ടിക്കൊണ്ട് ലോട്ടറി വിൽക്കുന്ന നമ്മുടെ സാധാരണ തൊഴിലാളികളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഇന്നിപ്പോ അശാസ്ത്രീയപരമായിട്ടുള്ള പല തീരുമാനങ്ങളാണ് ലോട്ടറി മേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS ജില്ലാ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. സമ്മാനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ഏത് രീതിയിലും ഈ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഭരണകർത്താക്കൾക്ക് അവരുടെ ഭരണം സുഖമായിട്ട് നടക്കണം എന്നുള്ള ചിന്തയിലേക്കാണ്. അവിടെയാണ് ഇതുപോലുള്ള സമരങ്ങൾ നടത്തി ഇതുപോലുള്ള സമരങ്ങൾ തൊഴിലാളികൾ ഇന്ന് ഈ കോരിച്ചെരിയുന്ന മഴയത്തും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തുകയാണ്. BMS സംസ്ഥാന സമിതി അംഗം VV സത്യനാഥ്, BMS ജില്ലാ ഉപാധ്യക്ഷ ഗീതാ ബാലകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ P ദിനേശ് ബബ്രാണ, യശ്വന്തി ബെജ, ഗുരുദാസ് മധുർ, ലോട്ടറി ഏജന്റ് വെൽഫെയർ ബോർഡ് ജില്ലാ അധ്യക്ഷൻ ഗണേഷ് പാറക്കട്ട, മേഖലാ സെക്രട്ടറിമാരായ ഭാസ്കരൻ ചെമ്പിലോട്ട്, ശ്രീധരൻ ചേനക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് ജില്ലാ സെക്രട്ടറി ബാബുമോൻ ചെങ്കള സ്വാഗതവും ജില്ലാ ട്രഷറർ രവീന്ദ്രൻ കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. നായന്മാർ മൂലയിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനത്തിന് ശേഷം ചെർക്കളയിൽ സമാപിച്ചു. വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കുമെതിരെ കാൽനട ജാഥ നടത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി. നായന്മാർ മൂലയിൽ നിന്നും ആരംഭിച്ച ജാഥ ആലമ്പാടി, ഇബ്രാംവളപ്പ്, പാടി, കൂട്ടാലക്കാൽ എന്നീ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം ചെർക്കളയിൽ സമാപിച്ചു. ഓരോ കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ചെർക്കളയിൽ നടന്ന സമാപന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം AP ഉഷ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് M പത്മാവതി അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി T ഓമന സ്വാഗതം പറഞ്ഞു. ജാഥ ലീഡർ K ജയകുമാരി, മാനേജർ M ലളിത, M ശാന്താകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 6 പതിറ്റാണ്ടായി ഉടുമ്പന്തല കരിക്കടവിൽ നാടിന്റെ അക്ഷരദീപമായി ജ്വലിച്ചു നിൽക്കുന്ന കൈരളി ഗ്രന്ഥാലയത്തിൽ നിർമ്മിച്ച TV അമ്പു സ്മാരക ഹാൾ നാടിന് സമർപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഹാൾ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി.
1964 കൈരളി വായനശാലയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി തന്റെ 2 സെന്റ് ഭൂമി ദാനം ചെയ്ത TV അമ്പുവിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഗ്രന്ഥാലയം 750 അടി വിസ്തൃതിയിൽ നിർമ്മിച്ച ഹാളിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. 1996 ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരം ലഭിച്ച ഗ്രന്ഥാലയം സ്ഥാപിക്കുന്നതിൽ 6 പതിറ്റാണ്ട് മുൻപ് മുൻനിരയിൽ പ്രവർത്തിച്ച 5 പേരിൽ ഒരാളായിരുന്ന TV അമ്പുവിന്റെ അനുസ്മരണവും ഹാളിന്റെ ഉദ്ഘാടനവും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ജാതി നോക്കാതെ മതം നോക്കാതെ ആര് സമീപിച്ചാൽ ഏത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അദ്ദേഹം അത് ഗൗരവപൂർവ്വം എടുത്ത് അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അവർ. ഗ്രന്ഥാലയം പ്രസിഡന്റ് P. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ TV അമ്പുവിന്റെ ഫോട്ടോ അനാച്ഛാദനം നടത്തി. TV ബാലകൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P. വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, നേതൃസമിതി കൺവീനർ VK രതീശൻ, ഗ്രന്ഥാലയം സെക്രട്ടറി P. ദാമോദരൻ, താലൂക്ക് കൗൺസിൽ അംഗം M. സുരേഷ്, K. കണ്ണൻ, VV രാഘവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയ പരിധിയിൽ നിന്നും LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളിലെ വിജയികൾക്കും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഗ്രന്ഥാലയത്തിന്റെ ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ സംസ്ഥാന തലത്തിൽ വിവിധ മത്സര വിജയികളായവരെ പരിപാടിയിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തീരത്ത് ഡോൾഫിനെ കണ്ടപ്പോൾ കൗതുകം. എന്നാൽ അടുത്തെത്തി നോക്കിയപ്പോഴാണ് ചലനമില്ലെന്ന് അറിഞ്ഞത്. ഇതോടെ കൗതുകം വേദനയിലേക്ക് വഴിമാറി. മഞ്ചേശ്വരം കുണ്ടുകുളക്കെ ബീച്ചിലാണ് ജീവനറ്റ നിലയിൽ വലിയ ഡോൾഫിൻ കരയ്ക്കടിഞ്ഞത്. അപൂർവമായി മാത്രം കാണാറുള്ള ഡോൾഫിനെ കാണുവാൻ കനത്ത മഴയെപ്പോലും അവഗണിച്ച് നിരവധി പേരാണ് കുണ്ടുകുളക്കെ ബീച്ചിലെത്തിയത്. വളരെ പെട്ടെന്ന് മനുഷ്യരോട് ഇണങ്ങുന്ന സ്വഭാവമുണ്ടെന്ന് കരുതപ്പെടുന്ന മത്സ്യങ്ങളാണ് ഡോൾഫിനുകൾ. കാഴ്ചയിലും ഭംഗിയിലും വളരെ വേഗം ആളുകളുടെ ശ്രദ്ധ ഇവ പിടിച്ചുപറ്റാറുണ്ട്. ഇത്തരത്തിൽ മനുഷ്യരുടെ അരുമയായ ഡോൾഫിനെയാണ് മഞ്ചേശ്വരം കുണ്ടുകളക്ക ബീച്ചിൽ കണ്ടത്. പരിസരവാസികളാണ് ആദ്യം ഡോൾഫിനെ കണ്ടത്. കൗതുകത്തോടെയാണ് ഇവർ ഡോൾഫിനടുത്തേക്ക് എത്തിയത്. എന്നാൽ അടുത്തെത്തി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഡോൾഫിന് ചലനമില്ലെന്ന്. ഏകദേശം 1.5 മീറ്റർ നീളമുള്ള വലിയ ഡോൾഫിനാണ് ജീവനറ്റ് കരയ്ക്കടിഞ്ഞത്. ദേഹത്ത് വലിയ പരിക്കുകളൊന്നുമില്ലായിരുന്നു. വിവരമറിഞ്ഞ് കനത്ത മഴയെപ്പോലും അവഗണിച്ച് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമുൾപ്പെടെ നിരവധി പേരാണ് ഡോൾഫിനെ കാണുവാനായി എത്തിയത്. ചിലർ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. കടലിലെ ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗമായ ഡോൾഫിൻ ജീവനറ്റ് കരയ്ക്കടിഞ്ഞതിൻ്റെ കാരണം വ്യക്തമല്ല. കടൽ മലിനീകരണമോ അപകടത്തെ തുടർന്നോ ആകാം ജീവൻ നഷ്ടമായതെന്നാണ് കരുതുന്നത്. വിശദമായ പരിശോധനകൾക്ക് ശേഷം മരണകാരണം വ്യക്തമാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കടൽ പരിസരത്തെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ആവശ്യകത വീണ്ടും ഓർമ്മിപ്പിക്കുന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും അക്ഷര ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഗ്രന്ഥാലയത്തിൽ നടന്നുവന്ന വായനാക്കളരിയുടെ സമാപനവും നടന്നു. ഗ്രന്ഥാലയം ഹാളിൽ നടന്ന പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. ഫൈൻ ആർട്സ് സൊസൈറ്റി A ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു നിറഞ്ഞ സദസ്സ് കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആൾക്കാരെ എത്തിച്ചേർക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള വലിയ ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ പറ്റൂ. KV കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV ഭാസ്കരൻ, രമേശൻ മടിക്കുന്ന, K രത്നവല്ലി, KC ലീല, PV ബിനു എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വായനാ വെളിച്ചം വായനക്കളരി പദ്ധതികളുടെ സമാപന ഭാഗമായി ബാലവേദി അംഗങ്ങൾ തയ്യാറാക്കിയ പുസ്തക ആസ്വാദനക്കുറിപ്പ് അവതരണവും പ്രവർത്തന റിപ്പോർട്ട് അവതരണവും നടന്നു. വായനക്കളരിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അംഗങ്ങൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ വായനാക്കളരി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KK രാജൻ അധ്യക്ഷത വഹിച്ചു. TP കൃഷ്ണേന്ദു, PP നന്ദന എന്നിവർ സംസാരിച്ചു. തുടർന്ന് റേഡിയോ നാടക പ്രവർത്തകൻ ജയൻ നീലേശ്വരം മോട്ടിവേഷൻ ക്ലാസ് എടുത്തു.
ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാളിയങ്ങാട് റെസിഡൻസ് ഫോറം ആഭിമുഖ്യത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കാളിയങ്ങാട് റെസിഡൻസ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടന്നു. കാളിയങ്ങാട് തറവാടിന് മുൻവശത്തെ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ അസോസിയേഷൻ മുഖാന്തരം ഇപ്പോൾ നമ്പൂതിരി സാർ ഞങ്ങളുടെ അടുത്തേക്ക് കുറേ പ്രാവശ്യം ഇപ്പോൾ ഒരാളുടെ ട്യൂഷൻ ക്ലാസ് ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ടായി. നല്ല കാര്യമാണ്. അപ്പോൾ അതേമാതിരി ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഭാഗമായി ഉണ്ടാവണം. കാളിയങ്ങാട് റെസിഡൻസ് ഫോറം പ്രസിഡന്റ് ഷൗക്കത്ത് അലി CH അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൃഷ്ണൻ നമ്പൂതിരി MN റിപ്പോർട്ട് അവതരണം നടത്തി. ട്രഷറർ വിൻസെന്റ് സെബാസ്റ്റ്യൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. പരിപാടിയിൽ തുളു അഭിനേത്രി നിഷിത ഷെട്ടിയെ ആദരിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെ മനസ്സിലും വലുതാവുമ്പോൾ എന്തായി തീരണം എന്നുള്ളൊരു എയിം എന്തായാലും ഉണ്ടാവും. അപ്പം എനിക്കും എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് ഒരു എയിമായിരുന്നു എന്നെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും മാഷ് നന്നായിട്ട് അറിയാം. ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് ഈ ഡാൻസ്, നാടകം ഇതിലൊക്കെ തന്നെയായിരുന്നു. സോ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്ന പാരൻസിനോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളുടെ കഴിവൊന്ന് മനസ്സിലാക്കുക. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഓഫ്കോഴ്സ് എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ അമ്മാവൻ തന്നെയാണ് മുജംഗ ഷെട്ടി. തുടർന്ന് റെസിഡൻസ് ഫോറം പരിധിയിലുള്ള SSLC+2 ഡിഗ്രി വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. വാർഡ് മെമ്പർമാരായ രാധ പച്ചക്കാട്, യശോദ, ഫ്രാക് പ്രസിഡന്റ് M പത്മാക്ഷൻ, ജയറാണി, ഗോവിന്ദ നായക്, ഹീറോ ബ്രദേഴ്സ് ക്ലബ് അഡ്വൈസർ രഘു മാസ്റ്റർ, പ്രസിഡന്റ് അക്ബർ ചൂരി, സെക്രട്ടറി ഖാദർ കാളിയങ്ങാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. റെസിഡൻസ് ഫോറം സെക്രട്ടറി കൃഷ്ണൻ നമ്പൂതിരി MN സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷൻ PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അള്ളട മുക്താദ് ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമായി. മടിയൻകൂലം കലശോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ബ്രാഹ്മണരും അബ്രാഹ്മണരും പൂജ ചെയ്യുന്നു എന്ന ഖ്യാതി നേടിയ ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്ര കലശ മഹോത്സവത്തിന് സമാപനമായി. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപാലകൻ കാളരാത്രി അമ്മ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടി ഉയർന്നു. ഇതോടൊപ്പം 6 കലശങ്ങളും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച ഭക്തിസാന്ദ്രമായ അനുഭൂതി സൃഷ്ടിച്ചു. കിഴക്കുംകര ഇളയടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിധിയിൽ വരുന്ന കളരിയിൽ നിന്നുള്ള തെരളി, ഭട്യൻ എന്നീ കലശങ്ങളും അടോട്ട് മൂത്തേടത്ത് കുതിര പടാർക്കുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ നിന്ന് വരുന്ന അടോട്ട് കളരിയിൽ നിന്നും മധുരക്കാട് വയലിൽ നിന്നുമുള്ള ഓരോ കലശങ്ങൾ, മടിക്കൈ പെരിയാങ്കോട്ട് തീയർപ്പാലം കളരിയിൽ നിന്നുമുള്ള 2 കലശങ്ങൾ തെയ്യങ്ങളോടൊപ്പം ഭക്തജനങ്ങളുടെ ആയമുള്ളലോടും ആർപ്പുവിളികളോടും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച നയന മനോഹരമായിരുന്നു. ക്ഷേത്രപാലകന്റെയും കാളരാത്രി അമ്മയുടെയും ശ്രീകോവിലിന് ചുറ്റും അലങ്കരിച്ച കലശത്തട്ടുകളും തലയിലേന്തി വിവിധ കഴകങ്ങളിൽ നിന്നെത്തിയ കലശക്കാർ ബാല്യക്കാരോടൊപ്പം എത്ര വട്ടം വലം വയ്ക്കുന്നു എന്നത് സംഘത്തിന്റെ കരുത്തു കാട്ടുന്നതും പോയ കാലഘട്ടത്തിന്റെ ആയോധനത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും ശക്തമായ തെളിവായി തീരുകയും ചെയ്യുന്നു. പ്രത്യേക വാദ്യമായ സാക്സോൺ ഫോൺ സംഗീതവും അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി. മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ള മീൻകോവ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. മടിയൻകൂലം കലശോത്സവ സമാപനത്തോടെ അള്ളടമുക്കാദം നാട്ടിലെ ഒരു തെയ്യാട്ടക്കാലത്തിന് കൂടി സമാപനമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിവൈഎഫ്ഐ ഞാണിക്കടവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ MLAയുമായ M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഞാണിക്കടവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഞാണിക്കടവിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ MLAയുമായ M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു.
നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കും, നിങ്ങളിപ്പോൾ ആളെ എണ്ണി ഇത്രയും കസേരയും ഇത്രയും ആളുകൂടി ഇരിക്കുന്നു. ഇവരൊക്കെ 10 മിനിറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ എപ്പോഴാണ് ഇത് കൊല്ലുന്ന പോലെയാണ് നല്ലത്. നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്, പോരെ റെഡ് അലർട്ടുമാണ്. പക്ഷേ ഒരു 10-100 ചെറുപ്പക്കാർ ഞാണിക്കടവ് സഖാക്കൾ ചെഗുവേരയുടെ ചിത്രവും ആലേഖനം ചെയ്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഠിനാധ്വാനത്തിലായി. സംഘാടക സമിതി ചെയർമാൻ പവിത്രൻ ഞാണിക്കടവ് അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത്, DYFI ബ്ലോക്ക് സെക്രട്ടറി ഗിനീഷ് വെള്ളിക്കോത്ത്, CPIM മീഡിയ കമ്മിറ്റി അംഗം V സുകുമാരൻ, A ശബരീശ്വരൻ, CPIM തീരദേശ ലോക്കൽ സെക്രട്ടറി NV ബാലൻ, വിജയ് ഞാണിക്കടവ്, A ജയൻ ലസ്ന ഞാണിക്കടവ് എന്നിവർ സംസാരിച്ചു. CPIM തീരദേശ ലോക്കൽ സെക്രട്ടറി NV ബാലൻ, വിജയ് ഞാണിക്കടവ്, A ജയൻ ലസ്ന ഞാണിക്കടവ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ വിനീഷ് ഞാണിക്കടവ് സ്വാഗതവും DYFI യൂണിറ്റ് പ്രസിഡന്റ് ഗോകുൽ വി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഹാളിൽ വെച്ചാണ് നടന്നത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നടരാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ശങ്കർ ബെലിയെ, ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ ബല്ലാൾ, സജി പാത്തിക്കര, ഗഫൂർ കാസർഗോഡ്, രാജേന്ദ്രൻ, സുരേഷൻ മേലാങ്കോട്, ഇബ്രാഹിം മഞ്ചേശ്വരം എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി മണികണ്ഠൻ അമ്പങ്ങാട് സ്വാഗതവും സുധീഷ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു. ബാലകൃഷ്ണനെ പ്രസിഡന്റായും മണികണ്ഠനെ സെക്രട്ടറിയായും അനിൽ പള്ളിക്കണ്ടത്തെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. ശക്തമായ മഴയിൽ മഞ്ചേശ്വരം, ബദിയടുക്ക പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം. ഹൊസങ്കടയിലെ വ്യാപാര കേന്ദ്രത്തിൽ വെള്ളം കയറിയത് വലിയ നഷ്ടത്തിനിടയാക്കി. 3 ദിവസങ്ങളിലായി തിമിർത്ത് പെയ്ത മഴയിലും കാറ്റിലും തൃക്കരിപ്പൂരിന്റെ തീരമേഖലയിൽ വെള്ളക്കെട്ടും കൃഷിനാശവും. വെട്ടമ്മൽ വയലോടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. നിലമ്പൂരിൽ വികസനം മുൻനിർത്തിയാണ് പ്രചരണമെന്നും LDF ഉജ്ജ്വല വിജയം നേടുമെന്നും മന്ത്രി GR അനിൽ. KPSDA കാസർഗോഡ് റവന്യൂ ജില്ലാ ദ്വിദിന പഠന ക്യാമ്പിന് സമാപനമായി. സമാപന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.